ബംഗാളി നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. IPC 354 പ്രകാരമാണ് കേസെടുത്തത്. അത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതിജീവിതയുടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് സംവിധായകൻ രഞ്ജിത്തിനെതിരെ. അത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിനിപ്പോൾ ഒരു SIT ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാൻഡേറ്റ് കിട്ടിയതിന് ശേഷം അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കും. 354 സെക്ഷൻ 354 പഴയ IPC സെക്ഷൻ 354 അതെ പഴയ. കൊച്ചിയിൽ നിന്ന് ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഇത്രയും ദിവസം പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കാം, അന്വേഷിക്കാം എന്നുള്ളതായിരുന്നു സർക്കാർ നിലപാട്. ഇന്നതാ ഇപ്പോൾ പരാതി തന്നെ ബംഗാൾ നടി നൽകിയിരിക്കുകയാണ്. അപ്പം ഇനി കേസെടുത്തിരിക്കുന്നു. ഇനിയുള്ള തുടർ നടപടികളാണ് അറിയേണ്ടത്. FIR എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ആദ്യഘട്ടത്തിൽ ബംഗാളി നടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ വിശദമായ മൊഴി നാളെ രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസ് പോവുകയാണ്. അതിനിടയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അവരും മുന്നോട്ട് പോവുകയാണ്. ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസ് കൈമാറണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. കാരണം FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എറണാകുളം നോർത്ത് പോലീസാണ്. ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്നത് ആ കലൂർ കത്രിക്കടവിലുള്ള ഫ്ളാറ്റിൽ വെച്ചാണ്. അത് നോർത്ത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസിന്റെ FIR രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്ക് പോകേണ്ടത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ പൂർണ്ണരൂപം ലഭ്യമാകുമ്പോഴാണ് ആ പ്രത്യേക സംഘമാണോ ഈ കേസിന്റെ തുടരന്വേഷണം നടത്തേണ്ടതെന്ന കാര്യം വ്യക്തമാകുകയുള്ളൂ. എന്തായാലും നാളെ ബംഗാളി നടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കങ്ങളിലേക്ക് കൊച്ചി സിറ്റി പോലീസ് പോകും. അവരിൽ നിന്ന് ഓൺലൈനായി മൊഴി രേഖപ്പെടുത്തണോ നേരിട്ട് അവിടെ എത്തി മൊഴി രേഖപ്പെടുത്തണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോകുക. എന്തായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമുള്ള ആദ്യ ആരോപണം രഞ്ജിത്തിനെതിരെയാണ് പുറത്തേക്ക് വന്നത്. ആ ആദ്യ ആരോപണത്തിൽ പോലീസിന് രേഖാമൂലമുള്ള ഒരു പരാതി ലഭിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വളരെ വേഗം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ബിനിൽ, ഇപ്പം ഒരു പൊതുസമക്ഷം ഇത്രയും ഗുരുതരമായ ആരോപണം ഒരു സംവിധായകനെതിരെ രഞ്ജിത്തിനെതിരെ ഉയർന്നിട്ടും സംസ്ഥാന സർക്കാർ പരാതി ഉണ്ടെങ്കിൽ എന്നുള്ള ഒരു അഴകുഴമ്പൻ നിലപാടിലായിരുന്നു. ഇനി അത് പറയാൻ കഴിയില്ല, ഇനി പ്രതിരോധിക്കാൻ കഴിയില്ല. അപ്പം ഇത് കേസെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കേണ്ടതുണ്ട്. മൊഴിയെടുക്കുക എന്ന് പറയുമ്പോൾ ഈ നടി ഉന്നയിച്ച ആരോപണത്തിനൊപ്പം നിൽക്കുന്ന അവർ ഈ വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു ദുരനുഭവം നേരിട്ടപ്പോൾ അത് തുറന്നു പറഞ്ഞ രണ്ട് സാക്ഷിമൊഴികൾ കൂടിയുണ്ട്. അത് കേസിനെ ബലപ്പെടുത്തില്ലേ? സ്വാഭാവികമായും അവർ അന്ന് തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു, മറ്റൊരാൾക്കാരോട് പറഞ്ഞിരുന്നു എന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. വർഷങ്ങൾക്ക് ശേഷമല്ല അവർ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. പൊതുസമൂഹത്തിന് മുന്നിൽ അവർ പറയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് എങ്കിൽ പോലും അവർ ഈ സംഭവം ഉണ്ടായി തൊട്ടടുത്ത ദിവസം തന്നെ അവരുടെ സുഹൃത്തും ഡോക്യുമെന്ററി സംവിധായകനുമായ ജോഷി ജോസഫിനോട് തനിക്ക് നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹമാണ് പിന്നീട് അവർക്ക് കൊൽക്കത്തയിലേക്ക് മടങ്ങുന്നതിനുള്ള വിമാന ടിക്കറ്റ് ഏർപ്പാടാക്കി നൽകിയെന്ന കാര്യവും അവർ ഈ പരാതിയിൽ പറയുന്നുണ്ട്. ജോഷി ജോസഫും ഈ ദുരനുഭവത്തെക്കുറിച്ച് മറ്റു പലരോടും അതിനുശേഷം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതി പൊതുസമൂഹത്തിന് മുന്നിൽ പുതുതാണെങ്കിലും നേരത്തെ തന്നെ അവർ അടുപ്പക്കാരോട് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ പരാതിക്കാരിയായ നടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം സ്വാഭാവികമായും ജോഷി ജോസഫ് അടക്കമുള്ള ഈ കേസിലെ സാക്ഷികൾ, അവർ സാക്ഷികളുടെ സ്ഥാനത്താണ് വരുന്നത്. അവരുടെ വിശദമായ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. ഇപ്പം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഥാനമൊഴിയുമ്പോൾ രഞ്ജിത്ത് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ബിനിൽ, അതായത് താൻ എന്നൊരു വ്യക്തി കാരണം ഇടത് സർക്കാരിന് മേൽ കളങ്കം വരരുത്, ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, കഥാപാത്രത്തിനായി വിളിച്ചു, കഥാപാത്രത്തിന് അനുയോജ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചയച്ചു എന്നുള്ളതാണ് രഞ്ജിത്ത് നൽകുന്ന ന്യായീകരണം. നിയമ നടപടി എന്നൊരു വാക്ക് രഞ്ജിത്ത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അതുമായി ഇനി രഞ്ജിത്ത് മുന്നോട്ട് പോകുമോ നിലവിലെ സാഹചര്യത്തിൽ?
രഞ്ജിത്തിന് തൻ്റെതായ ഗ്രീവൻസ് ഉണ്ട് എങ്കിൽ അതിൽ നിയമ നടപടികൾക്ക് അദ്ദേഹത്തിനും അവസരമുണ്ട്. പക്ഷേ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബംഗാളി നടിയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അവർ ഫ്ളാറ്റിലെത്തി. അതുവരെയുള്ള കാര്യങ്ങൾ രഞ്ജിത്തും ഈ നടിയും പറയുന്നത് ഒരേപോലുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം അവർ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ചാണ് അവർ വ്യത്യസ്തമായ ഒരു കാര്യം പറയും, ഒരു പരാതി ഉന്നയിക്കുകയും രഞ്ജിത്ത് അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെയുള്ള അവർ കൊച്ചിയിലെത്തിയിരുന്നു, ഈ ഫ്ളാറ്റിലെത്തിയിരുന്നു, അതെല്ലാം അതുവരെയുള്ള കാര്യങ്ങളിൽ രണ്ടു കൂട്ടർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അവിടെ രഞ്ജിത്തും ചില സാക്ഷികളെ അവതരിപ്പിച്ചിട്ടുണ്ട് തൻ്റെ ന്യായം മുന്നോട്ട് വയ്ക്കാനായി. തൻ്റെ അസോസിയേറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു, അവർ ഒപ്പമുള്ള സമയത്താണ് ഈ നടി അവിടെ എത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. രഞ്ജിത്ത് താമസിച്ചിരുന്ന ഫ്ളാറ്റിലെ രേഖകളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങൾക്കൊന്നും തന്നെ ഇനിയൊരു സാധ്യതയുമില്ല. കാരണം ഇത് 2009 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സംഭവമാണ്. ഏതാണ്ട് 15 വർഷം പിന്നിടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫ്ളാറ്റിലെ രജിസ്റ്ററുകളും മറ്റും ഉണ്ട് എങ്കിൽ അവിടെ ഇവർ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം രേഖകളടക്കം പോലീസിന് പരിശോധിക്കേണ്ടി വരും. എന്തായാലും ഇക്കാര്യത്തിൽ ഈ നടിയുടെ മൊഴി തന്നെയാണ് ഏറ്റവും. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. ബിനിൽ പറഞ്ഞതുപോലെ കേസ് എടുത്തു കഴിഞ്ഞു. ഇനി തുടർ നടപടികളിലേക്ക് കടക്കണം പോലീസിന്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ വരും ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഉറച്ച ശബ്ദത്തിൽ പൃഥ്വിരാജ്.